ആകാശവാണി കവർത്തിയുടെ യുവവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം യുവവേദിയിലെത്തിയിരിക്കുന്നത് ആന്ധ്രോദ്വീപ് സ്വദേശിനിയും പാട്ടുകാരിയുമായ ഷമീന. നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ഷമീന അഹമ്മദ്. ലക്ഷദ്വീപ് ആന്ധ്രോത്താണ് എൻ്റെ സ്വദേശം. ഞാൻ കവരത്തി ദ്വീപിലാണ് കല്യാണം കഴിച്ചത്. ഇവിടെ തന്നെ സെറ്റിൽഡായിട്ട് ഇപ്പോൾ ഒരു 7 വർഷമായി. എനിക്കൊരു മകനുണ്ട്. ഉമ്മ, ഫാമിലി, അങ്ങനെ എല്ലാവരും, കുറേ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. പാട്ട് ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 10-12 വർഷത്തോളമായി ഈ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് കേരളത്തിലോട്ടോ അങ്ങോട്ടോ എവിടെയും പോയി യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു ചെറിയൊരു സംരംഭമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്കോർഡിംഗ് വർക്ക്, പിന്നെ ഗാനമേള, ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്യലുണ്ട്. ഇൻസ്റ്റയിലും റീൽസൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപുകാർക്ക് സുപരിചിതമായ ഒരു പാട്ടുകാരിയാണ് ഷമീന അല്ലേ? കുറേ വർഷമായിട്ട് ഇപ്പോൾ കവരത്തിയിലാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത്. കാരണം കവരത്തിയിൽ അത്യാവശ്യം ഒരുപാട് പേർക്ക് അറിയാം. ഗാനമേള, അങ്ങനെ പ്രോഗ്രാമൊക്കെ കല്യാണ വീടുകളിലൊക്കെ പോയി ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഈ കല്യാണ പാട്ടുകളൊക്കെ പാടാറുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഈ കെട്ടിപ്പാട്ട് എന്ന് പറയും നമ്മുടെ ഇവിടെ. കല്യാണ പാട്ടുകളൊക്കെ മാക്സിമം അതൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യൽ. എന്ന് വെച്ചാൽ അധികവും കല്യാണ വീടുകളിൽ നിന്ന് തരുന്ന അവരുടെ പേര് ലിസ്റ്റ് അനുസരിച്ചിട്ട് അതിൽ പാട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ട്യൂൺ വെച്ചിട്ട് അതിൽ പാട്ട് ചെയ്ത് പാടിക്കൊടുക്കും അവർക്ക്. അങ്ങനെ ഒരുപാട് റെക്കോർഡിങ്, ബർത്ത്ഡേ ആയാലും സുന്നത്ത് കല്യാണമായാലും അങ്ങനെയൊക്കെ കുറേ ചെയ്യലുണ്ട് കല്യാണ പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഗാനം ആലപിച്ചാലോ? തീർച്ചയായും. രണ്ടിണപ്പൂഞ്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗം ചൊല്ലാമെന്നാളും നിറയുമനകതാളം, മരതക മഞ്ചും നീലമിഴികളിൽ കിനാക്കളോ, മനിതക മഞ്ചലിലാടും മകരതാരുകങ്ങളോ, ചന്തത്തിക മിന്നത്തൊളി ജന്നത്തണവായേ, ചിന്തപ്പുകളും മത്തിന് ഹിമ്മത്തണവായേ, എല്ലാം എൻ്റെ ത്വാഹ തൂതി ചൊല്ലാം എന്നിലാവാ, മുത്തേയ മൗല കൺമണി റസൂല, നന്മനിലാവിൻ്റെ വസീല, ജയമരുളുമാദ്യ ദീപമെൻ്റെ ജീവിത ജ്വാല. വളരെ മനോഹരമായിരുന്നു. അപ്പോൾ കൂടുതലും ഏത് പാട്ടുകളാണ് പാടാറുള്ളത്? മാപ്പിളപ്പാട്ടാണോ, ഫിലിം സോങ്സ് ആണോ, എങ്ങനെയാണ്? അധികവും കല്യാണവേദികളിൽ പാടുന്നതായതുകൊണ്ട് മാപ്പിളപ്പാട്ടാണ് അധികവും പാടൽ. പിന്നെ അതുകൂടാതെ മാപ്പിള മേഖലകളിൽ മറ്റേ ശ്രദ്ധ ഉണ്ട്, എന്നാലും അതിൽ പരിധി വിട്ട് അങ്ങോട്ട് കൂടുതൽ പോവാറില്ല. വേറെ ഒരു മലയാളം ഫിലിം സോങ് ആയാലും അങ്ങനെ അധികം ചെയ്യലില്ല. ചെയ്യും, അറിയാൻ പാടാൻ, പക്ഷേ കൂടുതലായിട്ട് ഫോക്കസ് മാപ്പിള സോങ്സിൽ തന്നെയാണ്. കാരണം കല്യാണ വേദികളിലൊക്കെ പോകുന്നത് കൊണ്ടും പാടുന്നതുകൊണ്ടും അങ്ങനെയാണ് ചെയ്യൽ അധികം. അപ്പോൾ ഇവിടെ ഈ രംഗത്തേക്ക് പ്രവേശിച്ചത് എന്ന് തൊട്ടായിരുന്നു? സ്കൂൾ കാലം തൊട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു? ഇല്ല, സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കലോത്സവം ആ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം വലിയ സ്റ്റേജുകളിലൊന്നും കയറാനുള്ള ആ സമയത്ത് ആ സ്റ്റേജ് ഫിയർ കാരണം അങ്ങനെ പോയിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരുത്തനുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഒരു കസിനാണ് അയാൾ. അപ്പോൾ അയാളാണ് ഇങ്ങനെ അവിടെ വീട്ടിൽ ചെറിയൊരു സെറ്റപ്പിൽ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവർ പാടി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി അതിനോടൊരു ഇൻട്രസ്റ്റ് കൂടി പാട്ടിനോട്. പിന്നെ ട്രാക്ക് ഇട്ട് പാടാൻ ശ്രമിച്ച്, പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ വേദികളിലൊക്കെ ചാൻസ് കിട്ടിയപ്പോൾ അവിടെ പോകാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോസ് ചെയ്ത് ഒരു കൂട്ടരിങ്ങനെ കൊണ്ടുവന്ന് ചെയ്യിച്ചപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഒരു ട്രാക്ക് ഇട്ട് അതിൽ വേറൊരു ദ്വീപിനെ കുറിച്ചൊരു കെട്ടിപ്പാട്ട് അത് പാടിയിട്ട് അത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന്. അപ്പോൾ അതിലൂടെ പിന്നെ ആ ഒരു കരിയറിൽ നിന്നില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ്. പിന്നെ പഠിക്കാനോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ഇത് തന്നെയായി. അങ്ങനെ ഇതുപോലെ. അപ്പം അന്ന് ആലപിച്ച ആ ദ്വീപിനെ കുറിച്ചുള്ള പാട്ടൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാവോ?
വരികളൊക്കെ ഇപ്പോൾ കുറച്ച് ഓർമ്മയുള്ള ഓർമ്മ. വരികള് കുറച്ച്. കൽബിൽ തേനൊഴുകണ അന്തറോത്ത്, കടലമ്മ മുത്തണ കര അന്തറോത്ത്, സൽക്കാരം മനസ്സുള്ളരീ അന്തറോത്ത്, വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ അന്തറോത്ത്. പാമ്പിച്ചിൽ പോയിരുന്നു പലതും വയറു നിറച്ചു കഴിച്ചോ, ജലാലിൻ്റെ ചായ കുടിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്, കൽബിൽ തേനൊഴുകണ അന്തറോത്ത്. അത്രമാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ ബാക്കി മറന്നുപോയി. അത് ചെറിയൊരു വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ്, അത് സ്റ്റുഡിയോ ഒന്നുമല്ല, ഒരു ചെറിയൊരു സെറ്റപ്പിൽ പാടിയിട്ട് അന്ന് പോസ്റ്റ് ചെയ്തതാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയ്ത അയാൾ പറഞ്ഞായിരുന്നു. ആ സമയത്ത് അയാൾ ഇവിടെ കവരത്തിയിൽ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഭാവിയിൽ അത് ചെയ്തിടാമെന്നൊരു പ്ലാൻ ഉണ്ട്. അടുത്ത് എനിക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കണ്ട ഒരു പാട്ട് പാടി പോസ്റ്റ് ചെയ്തതായിട്ട് ഒരു രാഷ്ട്രീയ ഗാനമാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയ ഗാനം. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും പാടിക്കൊടുക്കും. അങ്ങനെ രാഷ്ട്രീയമൊന്നും അങ്ങനെ എനിക്ക് അല്ലാതെ വലുതായിട്ട് അങ്ങനെ രാഷ്ട്രീയമൊന്നും അധികം അറിയാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് അപ്പോൾ വന്ന് നമ്മുടെ മെയിൻ പാട്ടാണല്ലോ, അപ്പോൾ പാട്ടിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു പാഷൻ അതാണ്. അത് വെച്ചിട്ട് ആര് പാട്ട് പറഞ്ഞാലും ചെയ്തു കൊടുക്കുക. അതിനിപ്പോൾ മതമോ ജാതി രാഷ്ട്രീയം അങ്ങനെ ഒന്നും ഇല്ല അതിൽ. അങ്ങനെ. പിന്നെ ഇപ്പം അടുത്ത് നമ്മൾ പാട്ട് രചിക്കാറുണ്ടോ? ചെറുതായിട്ട്, അങ്ങനെ അധികം സ്വന്തമായിട്ട് സാഹിത്യമൊന്നും അങ്ങനെ വർണ്ണനൊന്നുമില്ല. സ്വന്തമായിട്ട് രചിച്ചെന്ന് പറഞ്ഞാൽ കല്യാണ പാട്ടുകളിലാണ് മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കിയത്. അധികവും ടൈം കിട്ടാത്തതുകൊണ്ട് രചന നിർത്തി, പാട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് വേണ്ടി രചിച്ച ഒരു പാട്ട് പാടാമോ? അങ്ങനെ ഇപ്പോൾ ഓർമ്മയുള്ള ഒരു പാട്ട് ആരുടെയാണെന്ന് ഓർമ്മയില്ല. കുറേ അധികം പാടിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. ഒരു പാട്ട് ആരുടേതായാലും കുഴപ്പമില്ല. കിനാവിൽ കണ്ട നാളിന്നല്ലേ നിൻ കല്യാണരാവിതല്ലേ, നിൻ കല്യാണരാവിതല്ലേ, കിനാവിൽ കണ്ട നാളിന്നല്ലേ നിൻ കല്യാണരാവിതല്ലേ, മൈലാഞ്ചി അണിഞ്ഞോളെ അക്കുമേല മണവാട്ടി മനസ്സൊത്ത പൊന്നുമാരൻ. ബാക്കി അറിയത്തില്ല, മറന്നുപോയി. കാരണം ആ മണവാളന്റെയും മണവാട്ടിയുടെയും പേരൊക്കെ അധികം കുറേ പേരൊക്കെ ഇങ്ങനെ മൈൻഡിലുള്ളതുകൊണ്ട് ആരുടെയാണെന്ന് അറിയില്ല. ബാക്കി സോറി, ബാക്കി അറിയാൻ പറ്റില്ല. മലയാള ഗാനങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും മദർ ഭാഷയിൽ പാടാറുണ്ടോ? ഹിന്ദിയോ? ഹിന്ദി പാടാറുണ്ട്. ഒരു ഹിന്ദി ഗാനം ആയാലോ? ശരി. തേരേ തീമേ വാരി ജാവാ, തേരേ ഗുൺ ഗാവാ മേ, തേരേ बिन जी लगता नहीं है, बस तेनू चावा मैं, हुण रावा मोण ते रो तनु जांदे जांदे, तेरे हुस्न पे मर्दे अस्सी रोज की करिए सजना बो, हाँ तेरे ही चोल के नचदे सारे, तेरे प्यार चुगरिए के हुण रो सजना क्या हवा खो. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദ്വീപിനെ കുറിച്ചുള്ള ഗാനങ്ങളും പാടിയിട്ടുണ്ടോ? ദ്വീപ് എന്ന് വെച്ചാൽ ദ്വീപ് ഭാഷയിൽ പാടിയിട്ടുണ്ടോ? ദ്വീപ് ഭാഷയിൽ ഇതുവരെ ഇല്ല, ദ്വീപ് ഭാഷയിൽ പാടിയിട്ടില്ല. പാടാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും രചിച്ചു തരണം, അല്ലാതെ എൻ്റെ ഭാവനയിൽ അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും രചിച്ച് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാടും. കാരണം ദ്വീപത്തെ ഒരാളായതുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് നാട്ടിൽ നിന്ന് അയാൾ അഗത്തി ദ്വീപിലുള്ള ഒരു പോലീസുകാരനായിരുന്നു അത് ചെയ്തത്. അസ്ഹർ എന്നാണ് അയാളുടെ പേര്. അയാൾ ചെയ്ത ഒരു വർക്കായതുകൊണ്ട് ദ്വീപത്തെ അത് അവിടെ നിന്ന് അത് അത്ര ശ്രദ്ധപ്പെട്ടില്ല ആ പാട്ടിൽ. കാരണം
അത് അത്രക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്. നല്ല ലിറിക്സ് നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു, പക്ഷേ പാടാൻ അവിടുത്തെ ആ സെറ്റപ്പ് അത് ശരിയായിട്ടില്ല. ദ്വീപിൽ അങ്ങനെ സ്റ്റുഡിയോ അങ്ങനെ ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് റൂമിൽ വെച്ച് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെയ്ത്, അത് ചിലപ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് അത്രയും നല്ല രീതിക്കൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ക്ലിക്കാവുമായിരുന്നു അത് ആ ഒരു പാട്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് സ്റ്റുഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റുഡിയോ സ്വന്തമായിട്ടില്ല, കൂടെ പാടുന്ന അവർക്ക് മാത്രമേ സ്റ്റുഡിയോ ഉള്ളൂ. അപ്പോൾ അവർ തന്നെയാണ് ഷെയർ ഇട്ടിട്ട് ആ സ്റ്റുഡിയോ നടത്തുന്നത്. അപ്പോൾ അതിൽ വർക്ക് കിട്ടുമ്പോൾ അവർ മാക്സിമം എന്നെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ചാൽ വർക്ക് ചെയ്യാം. അങ്ങനെ അതുപോലെ നമ്മുടെ ഈ മേഖലയിലുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ ദ്വീപിലുണ്ട്. അവർക്കൊക്കെ ഈ പരിപാടിയിലേക്ക് വരാനുള്ളൊരു പ്രചോദനം ഒന്ന് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. എല്ലാവരും അങ്ങനെ നമുക്ക് കഴിവുകളുണ്ട്, അത് പക്ഷേ പലർക്കും പേടിയാണ്. ഈ പുറത്ത് വന്ന് സമൂഹം എന്ത് പറയും അങ്ങനെയൊക്കെയുള്ളൊരു രീതിക്ക് പുറത്ത് വന്നിട്ട് എന്തെങ്കിലും പാട്ടായാലും ഇനി ഡാൻസ് ആയാലും എന്തൊരു പാഷൻ ആയിക്കോട്ടെ അത് പുറത്തെടുക്കാൻ അവർക്ക് പേടിയാണ്. അപ്പോൾ അത് ആ ഒരു പേടി മാറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, നമ്മുടെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, നമ്മളത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആരാ കൊണ്ടുവരിക? അപ്പോൾ എല്ലാവരും അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നിങ്ങളെ ട്രൂപ്പിലൊക്കെ ഒരുപാട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അവരോടൊക്കെ പറഞ്ഞു നോക്കാം, എല്ലാവരും വരുമായിരിക്കും. കാരണം ഒരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും വരാൻ, ചിലപ്പോൾ പേടി കാരണമായിരിക്കും. അപ്പോൾ ആ ഒരു പേടി നമ്മളാൽ കഴിയുന്ന രീതിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പറഞ്ഞു വിടാം. നമുക്കൊരു ഗാനമായാലോ? எல்லாரையும் போல நல்லாரு போனாள நீதே தரு சேதி வரும் நமக்குண்டு அழகிய எதிர்காலோ ஓ நீலோத்தே நீலோத்தே உன்னெனப்பிலாந்திரலாந்திரனா உசிரில ஏங்குற மூசாவ தேடி சங்கிட துவாவும் செஞ்சு ஒருகிற இனி தடையில் தடக்குள்ள வாய்ச்சியும் காட்டின தெரியாத. അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ മഹൽ ഭാഷയിൽ ഗാനങ്ങൾ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ അറിയാമോ? നമ്മുടെ മിനിക്കോയ് ദ്വീപുകാർക്ക് വേണ്ടിയിട്ട്. മിനിക്കോയ് ദ്വീപുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അറിയില്ല, ഒരു പീസ് മാത്രം എന്തോ ഒരു ചെറിയൊരു ഓർമ്മ പോലെയുണ്ട്. അത് കറക്റ്റ് അറിയില്ല, അത് അവരുടെ ലാംഗ്വേജ് വേറെ അല്ലേ, അപ്പം അത് ചിലപ്പോൾ തെറ്റായേക്കാം പാടണത്, അതുകൊണ്ട് വേണ്ട. പഠിച്ചിട്ട് ഇനി ഒരു പ്രാവശ്യം പറ്റുവാണ് മഹൽഗാനം തീർച്ചയായും അടുത്ത പ്രാവശ്യം പറ്റുവാണ് അതിൻ്റെ ലിറിക്സ് കറക്റ്റ് എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് പാടിത്തരാം. കുച്ച് ബി നഹീ ഹൈ ജഹാ തൂ ഹൈ തോ ഹൈ ഇസ്മേ ജിന്ദഗി अब मुझको जाना है कहाँ के तू ही सफ़र है आखिरी कि तेरे बिना जीना मुमकिन नहीं न देना कभी मुझको तो फासले मैं तुझको कितना चाहती हूँ ये तू कभी सोच ना सके तेरे लिए दुनिया छोड़ दी है तुझ पे ही सांस आके रुके मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके. താങ്ക് യു. ഇത്രയും നേരം മനോഹരമായ ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചതിനും ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരവസരത്തിൽ പ്രത്യേകിച്ച് ഈ റേഡിയോ സ്റ്റേഷൻ്റെയും ആകാശവാണി കവരത്തിനില്ലത്തോടും അതിലെ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയ നസീബ് എന്ന വ്യക്തിയോടും ഒരുപാടധികം നന്ദി. എൻ്റെ ഈ പാട്ട്
എൻ്റെ ഈ ഒരു അഭിമുഖവും കേട്ട് ഇത്ര വരെ എന്നെ സപ്പോർട്ട് ചെയ്ത ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.